കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം കെട്ടിടത്തിൽ വീണ്ടും പുക. സംഭവത്തിൽ ഗുരുതര വീഴ്ചയെന്ന ആരോപണം. സൂപ്പർ സ്പെഷ്യാലിറ്റി ഓപ്പറേഷൻ തിയേറ്ററുകളടക്കം പ്രവർത്തിക്കുന്ന 6ാം നിലയിലാണ് ഇന്ന് പുക ഉയർന്നത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധനയ്ക്കിടെയാണ് പുക ഉയർന്നത്. സംഭവത്തിൽ ഗുരുതര വീഴ്ചയുണ്ടെന്ന് ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. തൃശൂരിൽ പൂരാവേശം. നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരവാതിൽ തുറന്ന് പൂരവിളംബരം നടത്തി. ഇതോടെയാണ് പൂര ചടങ്ങുകൾക്ക് തുടക്കമായത്. പൂരത്തിനോടനുബന്ധിച്ച് ആനകളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തും. നാളെയാണ് തൃശൂർ പൂരം. നാളെ രാവിലെ 8 മണിയോടെ 8 ഘടക ക്ഷേത്രങ്ങളിൽ നിന്ന് ചെറുപൂരങ്ങളുടെ വരവ് നടക്കും. തുടർന്ന് 11:30 തിരുവമ്പാടി വിഭാഗത്തിന്റെ മഠത്തിൽ വരവുണ്ടാകും. തിരുവമ്പാടി ചന്ദ്രശേഖരനായിരിക്കും തിടമ്പേറ്റുന്നത്. കോങ്ങാട് മധുപ്രമാണിയായി പഞ്ചവാദ്യധാരയും മേളത്തിന് ഇത്തവണ മാറ്റുകൂട്ടും. KPCC അധ്യക്ഷ പ്രഖ്യാപനം ഇന്നുണ്ടായേക്കുമെന്ന വാർത്തകൾ തള്ളി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. എടുക്കേണ്ട തീരുമാനം എടുക്കേണ്ട സമയത്തെടുക്കാൻ പാർട്ടി നേതൃത്വത്തിന് അറിയാം. ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായാൽ അറിയിക്കുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അതേസമയം AK ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തി K സുധാകരൻ. 10 മിനിറ്റോളം കൂടിക്കാഴ്ച നീണ്ടു. എന്താണ് സംസാരിച്ചത് എന്ന് താൻ പറയില്ലെന്നും പല നാട്ടുകാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടാകുമെന്നുമായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സുധാകരന്റെ പ്രതികരണം. അരിയിൽ ഷുക്കൂർ കേസിലെ വിചാരണ നടപടികൾ തുടങ്ങി. എറണാകുളം പ്രത്യേക CBI കോടതി മുന്നിലാണ് കേസിലെ വിചാരണ നടപടികൾ. വിചാരണ ആരംഭിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലരി. കൊല്ലപ്പെട്ട ഷുക്കൂറിനും ഷുക്കൂറിന്റെ കുടുംബത്തിനും നീതി കിട്ടുന്നതിനു വേണ്ടി ഏതറ്റം വരെയും പോകാൻ മുസ്ലിം ലീഗ് പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സമരം കടുപ്പിച്ച ആശാ വർക്കർമാർ 45 ദിവസം നീളുന്ന രാപ്പകൽ സമരയാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പര്യടനം നടത്തും. ഫെബ്രുവരി 10-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടങ്ങിയ ആശാ വർക്കർമാരുടെ സമരമാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നത്. എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന രാപ്പകൽ സമരയാത്രയാണ് കാസർഗോഡ് നിന്ന് ആരംഭിച്ചത്. പത്തനംതിട്ടയിൽ നീറ്റ് പരീക്ഷയ്ക്ക് വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ച അക്ഷയ സെന്റർ ജീവനക്കാരി പോലീസ് കസ്റ്റഡിയിൽ. അക്ഷയ സെന്റർ ജീവനക്കാരിയായ ഗ്രീഷ്മ പോലീസിനോട് കുറ്റം സമ്മതിച്ചു. വിദ്യാർത്ഥിയുടെ അമ്മ നീറ്റിന് അപേക്ഷ നൽകാൻ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ അപേക്ഷിക്കാൻ താൻ മറന്നുപോയി. പിന്നീട് വ്യാജ ഹാൾ ടിക്കറ്റ് തയ്യാറാക്കി നൽകുകയായിരുന്നു എന്നാണ് ഗ്രീഷ്മയുടെ മൊഴി. പത്തനംതിട്ട പോലീസാണ് നെയ്യാറ്റിൻകര സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തത്. ഇന്ത്യ തിരിച്ചടിക്ക് ഒരുങ്ങുന്നുവെന്ന സൂചനകൾ സജീവമായി നിലനിൽക്കെ പാകിസ്ഥാൻ വീണ്ടും മിസൈൽ പരീക്ഷണം നടത്തി. 120 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലാണ് പരീക്ഷിച്ചത്. പാകിസ്ഥാൻ സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും നയതന്ത്ര ഉദ്യോഗസ്ഥരും ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും പരിശീലന വിക്ഷേപണത്തിന് സാക്ഷ്യം വഹിച്ചുവെന്ന് വിവരം. പഹൽഗ്രാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയുമായുള്ള സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് നീക്കം. ഓസ്ട്രേലിയയിൽ ആന്റണി അൽബനീസ് സർക്കാർ തുടരും. ആന്റണി അൽബനീസിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ലേബർ പാർട്ടി 77 സീറ്റുകൾ ഉറപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടൺ പരാജയപ്പെട്ടു. തിരഞ്ഞെടുക്കപ്പെട്ട ലേബർ പാർട്ടി അംഗങ്ങളിൽ നിന്ന് പുതിയ മന്ത്രിമാരെ തിരഞ്ഞെടുക്കും. പരാജയം സമ്മതിച്ച ശേഷം പീറ്റർ ഡട്ടൺ ലേബർ പാർട്ടിയുടെ വിജയത്തിൽ അൽബനീസിനെ അഭിനന്ദിക്കുകയും ചെയ്തു.